എനിക്ക് ഇന്ന് തന്നെ എന്റെ വാതിൽ ശരിയാക്കി കിട്ടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കിട്ടില്ല. നീ അച്ഛൻ്റെ റൂമിൽ കയറി. നിരവധി വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന മലയാളത്തിന്റെ പ്രിയ താരം ആസിഫ് അലി നായകനായ പുതിയ ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. സത്യത്തിൽ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ റിവ്യൂ പറയില്ല. കാരണം ഇതുപോലൊരു ചിത്രം ചെറിയൊരു റിവ്യൂ പോലും പറഞ്ഞാൽ അതൊരു സ്പോയിലറായി മാറിയാൽ അത് ഓരോ കാഴ്ചക്കാരനും വലിയൊരു നഷ്ടമായിരിക്കും. വൺ ഓഫ് എ കൈൻഡ് മൂവി എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ര ബ്രില്യന്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. അടുത്ത കാലത്ത് തമിഴ് സിനിമയായ മഹാരാജ, അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും ഇറങ്ങിയ ജോജി, അത്തരത്തിലുള്ള വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ചില സിനിമകളുണ്ട്. കണ്ടു കഴിഞ്ഞാലും ഉള്ളിൽ അങ്ങനെ കിടന്ന് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സിനിമ തീർന്നാലും ഉള്ളിൽ ചുരുളി നിവർന്നു വരുന്ന ദുരൂഹതകൾ, അതിന്റെ പല പല ലെയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെയാണ് കിഷ്കിന്ധാകാന്ഡം സമ്മാനിക്കുന്ന സിനിമയുടെ ജോണർ എന്നോ അതിന്റെ കഥയിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം നിർവഹിച്ച് ബാഹുൽ രമേശ് കഥയും തിരക്കഥയും സംഭാഷണവും ഛായാഗ്രഹണവും ഒരുക്കിയ സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഈ രണ്ട് പേരുകളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മലയാള സിനിമയ്ക്ക് ഇനിയും കിട്ടില്ല സംഭവങ്ങൾ ഇവർ രണ്ടുപേരും തരും, അത് ഉറപ്പാണ്. മുജീബ് മജീദാണ് ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതവും അടിപൊളി. ആസിഫ് അലിക്കൊപ്പം വിജയരാഘവൻ, അപർണ ബാലമുരളി, നിഷാൻ, മേജർ രവി, ജഗദീഷ്, കോട്ടയം രമേശ് എന്നിങ്ങനെ വളരെ ചെറിയൊരു കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. പക്ഷേ സിനിമയിലുള്ള ഓരോരുത്തരും അടിപൊളിയായിട്ടാണ് തങ്ങളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ലോ സ്പേസിലാണ് പോകുന്നതെങ്കിലും ചിത്രം കാണുന്ന ഓരോ പ്രേക്ഷകനും ത്രില്ലടിക്കും, ഞെട്ടും, അത് ഉറപ്പ്. ദൗർഭാഗ്യവശാൽ ആളുകൾ കുറവാണ് തിയേറ്ററിൽ. ഒരുപക്ഷെ ഉത്രാടവും തിരുവോണവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അതൊരു നഷ്ടമാണെന്ന് പറഞ്ഞാലും അതൊരു അതിഭാവുകത്വം ആകില്ല. അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച തിരക്കഥ എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ നിർത്തുന്നു. ഉറപ്പായും കിഷ്കിന്ധാകാന്ഡം തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കാണുക. സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും റിവ്യൂസിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽ.